ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂളംസ് ലോ എന്താന്ന് പഠിച്ചായിരുന്നു. കൂളംസ് ലോ എന്താ നമ്മൾ പഠിച്ചേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, എന്താ പഠിച്ചെന്ന് പറഞ്ഞേ? Force of attraction or repulsion between any two charge is directly proportional to the product of the charge and inversely proportional to the square of distance between them. ഇതാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഒരു ഇക്വേഷൻ പഠിച്ചത് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് F proportional to Q1 Q2 by R square, that is F is equal to K Q1 Q2 by R square. ഇത്ര ഓർമ്മ ഉണ്ടോ? K എന്ന് പറഞ്ഞാൽ എന്താ? K എന്ന് പറഞ്ഞാൽ എന്താ? 1/4 pi epsilon 0. So F is equal to 1/4 pi epsilon 0 Q1 Q2 by R square. Okay, ഇതാണ് നമ്മൾ കൂളംസ് ലോ പഠിച്ചത്. ഇത്ര ഓക്കെ അല്ലേ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് ശ്രദ്ധിച്ചോട്ടാ, രണ്ട് ചാർജ് ഉണ്ട്, Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് ഒന്നില്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അതിപ്പോ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഇനി ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പൊ രണ്ട് ചാർജ് ഇതിനിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മേ ബി അട്രാക്റ്റീവ് ആകാം അല്ലെങ്കിൽ റിപ്പൾസീവ് ആകാം. That is directly proportional to the product of the charge and inversely proportional to the square of distance between them. അത് കൺക്ലൂഡ് ചെയ്ത് നമ്മൾ ഒരു ഇക്വേഷൻ വരെ എത്തി. F is equal to 1/4 pi epsilon 0 Q1 Q2 by R square. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതിന് എഴുതിക്കോ. What is the force between two small charged spheres? What is the force between two small charged spheres having charges of 2 into 10 raised to minus 7 and 3 into 10 raised to minus 7 and 3 into 10 raised to minus 7 placed 3 meter apart in air. ഓക്കെ, അപ്പൊ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വേറെ ഒന്നും തന്നിട്ടില്ല, എല്ലാം ഡയറക്റ്റ് ആണ്. ജസ്റ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, രണ്ട് ചാർജ് വന്നിട്ടുണ്ട്, എല്ലാം ഡയറക്റ്റ് ആ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? വാട്ട് ഇസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജ്ഡ് സ്പിയേഴ്സ് ഹാവിംഗ് ചാർജസ് 2 into 10 raised to minus 7 and 3 into 10 raised to minus 7 placed 3 meter apart in air. അപ്പൊ നമുക്ക് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതി വെക്കുക. നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാ അവിടെ തന്നിരിക്കുന്നത്? Q1 തന്നിട്ടുണ്ട്, Q2 തന്നിട്ടുണ്ട്. അപ്പൊ Q1 എന്ന് പറഞ്ഞാൽ എന്താ? Q1 equal to 2 into 10 raised to minus 7 and Q2 equal to 3 into 10 raised to minus 7. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താ തന്നേക്കുന്നത്? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് R equal to 3 meter എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യം ചെയ്തിട്ട് വേണം നമ്മൾ ഇക്വേഷൻ എഴുതി വെക്കാൻ. ഇക്വേഷൻ എന്താ? F is equal to 1/4 pi epsilon 0 Q1 Q2 by R square. സോൾവ് ചെയ്യാൻ പറ്റില്ല, എല്ലാം ഡയറക്റ്റ് വന്നിട്ടുണ്ട്. ഈ 1/4 pi epsilon 0യുടെ വാല്യൂ എത്ര? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ, 9 into 10 raised to 9. ഓക്കെ, ഇത് നീ എഴുതി വെച്ചോട്ടാ. 1/4 pi epsilon 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 9 into 10 raised to 9. വേഗം സോൾവ് ചെയ്ത് പറഞ്ഞാൽ എത്ര വരും ആൻസർ? കിട്ടിയോ? 6 into 10 raised to minus 5 കിട്ടിയാ? ഒന്ന് ചെയ്ത് നോക്കിക്കേ. F is equal to 1/4 pi epsilon 0 എന്ന് പറഞ്ഞാൽ 9 into 10 raised to 9 into Q1 ന്റെ വാല്യൂ 2 into 10 raised to minus 7 into Q2 ന്റെ വാല്യൂ 3 into 10 raised to minus 7 divided by R square. ഓൾറെഡി മീറ്ററിലാണ്, ഇനി സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തേക്കാം. 9 6 into minus 10 plus minus 7 minus 14 plus 9 Newton.
കഴിയുമ്പോ പറയട്ടോ. കഴിഞ്ഞ മനസ്സിലാക്കി ചെയ്യുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. when the electrostatic force on a sphere having charge 0.4 microcoulomb by another sphere of charge 0.8 microcoulomb is 0.2 Newton. അപ്പൊ രണ്ട് സ്ഫിയർ തന്നിട്ടുണ്ട്. സ്ഫിയറിന്റെ ചാർജ് തന്നിരിക്കുന്നത് 0.4 മൈക്രോകൂളം ആൻഡ് 0.8 മൈക്രോകൂളം. അതിന്റെ ഇടയിലുള്ള ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഫോഴ്സ് തന്നിട്ടുണ്ട് 0.2 ന്യൂട്ടൺ. എന്തായിരിക്കും ഡിസ്റ്റൻസ്? ഓക്കെ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്ഫിയേഴ്സ്. Find the distance between the two spheres. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? F is equal to 1/4πε0 Q1 Q2 by R square. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R square. അപ്പൊ R square equal to 1/4πε0 Q1 Q2 by F. ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ആരെങ്കിലും ശ്രദ്ധിച്ചാൽ നോക്കട്ടെ. ഇല്ല, നീ ശ്രദ്ധിച്ചിട്ടില്ല. ചാർജിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതാ? കൂളോംബ് അല്ലേ? നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്തിലാ തന്നിരിക്കുന്നത്? മൈക്രോ കൂളോംബ്. അപ്പൊ മൈക്രോ കൂളോംബിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? കൂളോംബിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ മൈക്രോ കൂളോംബിനെ കൂളോംബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുക? ഇൻറ്റു 10⁻⁻⁶. ഇതറിയില്ലെങ്കിൽ ആ ക്വസ്റ്റിന്റെ ഏറ്റവും മുകളിൽ പേജിന്റെ സൈഡിലായിട്ടൊന്ന് എഴുതി വെച്ച് ഇനി ചെയ്യുമ്പോഴത്തേക്കും അത് ഓർത്തോളൂ. അപ്പൊ മൈക്രോ കൂളോംബിനെ കൂളോംബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻⁻⁶. അറിയില്ലാത്ത ഓരോ കൺവേർഷനും എഴുതി പോയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇനി ചെയ്യുമ്പോൾ കിട്ടിക്കോളൂ. ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ഇതൊരു പ്രാവശ്യം ബോർഡിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Q1 equal to 0.4 microcoulomb, Q2 equal to 0.8 microcoulomb. Point 4 into 0.8. 1.6.
r square equal to 144 into 10 raised to minus 4. So r equal to 12 into 10 raised to minus 2 meter. കിട്ടിയാ ഡൗട്ട് ഉണ്ടാ? 0.8 into 0.4 0.32 divided by 0.2 എത്ര കിട്ടി? 1.6 കിട്ടി. 1.6 into 9 14.4 into 10 raised to minus 5. അതിനെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാൻ വേണ്ടി ഞാൻ ഒരു പോയിന്റ് മാറ്റിയിട്ട് 144 into 10 raised to minus 4 r equal to 12 into 10 raised to minus 2. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. കുറച്ച് പോർഷൻ എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഇത്രയും കിട്ടിയാ? ഫോർമുലാസ് ഞാൻ പറയുന്ന പോലെ എഴുതി വെക്കുന്നുണ്ടല്ലോ, എഴുതി വെച്ചാ? ചെയ്ത് നോക്കണം കേട്ടാ. പ്രാക്ടീസ് ചെയ്താലേ ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ. ഐശ്വര്യക്ക് കിട്ടിയാ? കിട്ടിയല്ല? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന കൂളോംസ് ലോ ഇൻ വെക്ടർ ഫോം ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കൂളോംസ് ലോയിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ പഠിച്ച് എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 q1 q2 by r square. അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് പഠിച്ചത്. അതായത് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ വെക്ടർ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ കൂളോംസ് ലോയിൽ ജസ്റ്റ് ആ ഒരു രണ്ട് ചാർജിന്റെ ഇടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എന്ന് പറയുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 q1 q2 by r square ആണെന്ന് പഠിച്ചു. അതിന്റെ ഡയറക്ഷനെ പറ്റി നമ്മളൊന്നും പറഞ്ഞില്ല. പക്ഷേ വെക്ടർ ഫോം പറയുമ്പോൾ വെക്ടറിൽ എന്തൊക്കെ വരും? വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? പറഞ്ഞോ? വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ കൂളോംസ് ലോയുടെ എന്ത് പറയണം? എന്താ പറയണ്ടേ? ഡയറക്ഷൻ കൂടെ നമ്മൾ പറയണം അല്ലെ? മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഓൾറെഡി അറിയാം. വാല്യൂ എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 q1 q2 by r square. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഡയറക്ഷൻ പറയാൻ വേണ്ടി നമ്മൾ രണ്ട് ചാർജ് കൺസിഡർ ചെയ്ത് q1 എന്ന് പറയുന്ന q2 എന്ന് പറയുന്ന ചാർജ് നമ്മൾ കൺസിഡർ ചെയ്ത് ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്. ഇത്രയും കാര്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ശ്രദ്ധിക്കാം, ഇവിടെ ഇപ്പോ ഞാൻ ഈ q1 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്ത് q2 എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് ആണ് നമ്മൾ എഴുതിയേക്കുന്ന 1/4πε0 q1 q2 by r square. ഇനി പോസിറ്റീവും ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? റിപ്പൾഷൻ ആയിരിക്കും സംഭവിക്കുക അല്ലെ? ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഫോഴ്സ് ആക്ടിങ് ഓൺ q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് q2 അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇപ്പൊ ഈ q1 എന്ന് പറയുന്ന ഈ ചാർജിന് q2ന്റെ എഫക്റ്റിൽ കൂടി ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഫോഴ്സ് ആക്ടിങ് ഓൺ q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് q2 ഇത് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലായല്ല? F12 എന്ന് എഴുതിയിരിക്കുന്നത് എന്താ? ഫോഴ്സ് ആക്ടിങ് ഓൺ q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് q2. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോക്കിക്കേ, രണ്ടും പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും റിപ്പൾഷൻ ആയിരിക്കും സംഭവിക്കുക. അപ്പൊ ഫോഴ്സ് ആക്ടിങ് ഓൺ q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് q2 എന്ന് പറയുമ്പോൾ 1/4πε0 q1 q2 by r21. r21 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? 2ൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ ഈ ചാർജ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ ചാർജിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് q2 എന്ന് പറയുന്ന ചാർജിന്റെ എഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ് ആയിരിക്കും ഈ q1ൽ ആക്ട് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ F12 എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ഫോഴ്സ് ആക്ടിങ് ഓൺ q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് q2 ദാറ്റ് ഇസ് 1/4πε0 q1 q2 divided by r21. r21 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? 2ൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് r21 ക്യാപ്. ഓക്കെ, യൂണിറ്റ് വെക്ടർ നമ്മൾ വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് നേരെ തിരിച്ചു എഴുതാം. q2ൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സിന്റെ എഫക്റ്റ് ഉണ്ടാവും. ആരുടെ? q1ൽ നമ്മൾ പറഞ്ഞു q1 എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒബ്ജക്റ്റിന് ഈ ഒരു ഒബ്ജക്റ്റിന് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന് q2 എന്ന് പറയുന്ന ഞാനിപ്പോ നോക്കിക്കേ, ഇവിടെ q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഇരിക്കണം. ഓക്കെ, ഇതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇതിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ വേറെ ഒരു ബന്ധമില്ലാത്ത വേറൊരു ചാർജ് കൊണ്ടുവന്ന് ഞാൻ വെച്ച്, അപ്പൊ ഇതില് ആരുടെ എഫക്റ്റും കൂടി കിട്ടും?
ഇവിടെ ഒരു ചാർജ് നമ്മൾ അടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തായാലും എഫക്ട് ഇതിന് ഉണ്ടാവില്ലേ. അതാണ് നമ്മൾ എഴുതിയേക്കുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q2. മനസ്സിലായ? അതുപോലെ തന്നെ ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു Q2 എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. ഇവിടെ നമ്മൾ അടുത്ത് കൊണ്ടുവന്ന് Q1 വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q1. രണ്ടും തമ്മിൽ പരസ്പരം ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അടുത്തത് ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q1. ദാറ്റ് ഈസ് F is equal to 1/4πε0. എങ്ങനെ വരും എന്ന് പറഞ്ഞേ? നേരെ തിരിച്ചു വരും. F is equal to 1/4πε0. പറഞ്ഞോ? Q1 Q2 by R12 square യൂണിറ്റ് വെക്ടർ R12 ഇങ്ങനെ വരും. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ R21 എന്ന് പറയുന്നതും അതുപോലെ R12 എന്ന് പറയുന്നതും സെയിം തന്നെ അല്ലേ ഡിസ്റ്റൻസ്? R12 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്താൽ, ഇപ്പൊ R21 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്താൽ Q2-ൽ നിന്ന് Q1-ലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി R12 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്താൽ Q1-ൽ നിന്ന് Q2-ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇത്. ഒരെണ്ണം R12 ആയിരിക്കും, ഒരെണ്ണം R21 ആയിരിക്കും. ഓക്കെ, അതപ്പൊ എങ്ങനെ പോകും? അപ്പൊ R12 എന്ന് പറഞ്ഞാലും R21 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ? സെയിം തന്നെയാ. ഇത്ര ഒന്ന് ജസ്റ്റ് എഴുതി. ഇതൊന്ന് വരച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. റഫായിട്ട് വരച്ചാൽ മതിയോ? ഓക്കെ, ഒരു മിനിറ്റ് ഇതൂടെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ R12 എന്ന് പറഞ്ഞാലും R21 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ രണ്ടിന്റെയും ഡയറക്ഷൻ ഒന്ന് നോക്കിക്കേ. ഇവിടെ നടക്കുന്നത് റിപ്പൾഷൻ. രണ്ടും പോസിറ്റീവ് ചാർജ് ആണ് ഞാൻ ഈ കേസിൽ കൺസിഡർ ചെയ്തത്. പോസിറ്റീവ് ചാർജ് ആവുമ്പോൾ ഇവര് തമ്മിൽ അട്രാക്ഷൻ അല്ല റിപ്പൾഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഒരാൾ ഇങ്ങോട്ടും പോകും, ഒരാൾ ഇങ്ങോട്ടും പോകും. അപ്പൊ നോക്കുമ്പോൾ R12 എന്ന് പറഞ്ഞാലും R21 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. പക്ഷെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ആ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു നെഗറ്റീവ് കൊണ്ടുവന്നിട്ടേക്കണം. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? F12 ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് F21 എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റി ഒന്ന് എഴുതാം. F12 ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R21 എന്ന് പറഞ്ഞാലും R12 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? R12 സ്ക്വയർ യൂണിറ്റ് വെക്ടർ R12 ആൻഡ് ഓൾസോ F21 ഈക്വൽ ടു 1/4πε0 Q1 Q2 divided by R12 the square, sorry, R21 the square unit vector R21. ഇവിടെ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം F12 ഈക്വൽ ടു F21. പക്ഷെ രണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇതിനെ നമുക്കൊരു ലോ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ലോയാന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ലോയാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. കറക്റ്റ് ആണ്. ന്യൂട്ടൺസ് തേർഡ് ലോ അല്ലേ പറഞ്ഞേക്കുന്നത്? ന്യൂട്ടൺസ് തേർഡ് ലോ എന്താ പറഞ്ഞേക്കുന്നത്? തേർഡ് ലോ എന്താ പറയുന്നത്? ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ നോക്കിക്കേ, മാഗ്നിറ്റ്യൂഡ് ഇവിടെ ഈക്വൽ ആണ്, പക്ഷെ ഡയറക്ഷൻ എങ്ങനെയാ വന്നിരിക്കുന്നത്? ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം, അത് കഴിഞ്ഞിട്ട് എഴുതിക്കും. അപ്പൊ നമുക്ക് വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂളംസ് ലോയിൽ നിന്ന് നമ്മൾ പഠിച്ചത് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിച്ചത്. അതാണ് ഈ ഇക്വേഷൻ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു ഡയറക്ഷനും കൂടി ഉണ്ട്. ആ ഡയറക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ കൂളംസ് ലോ പറഞ്ഞപ്പോഴത്തേക്ക് ഡയറക്ഷൻ ഒന്നും ഞാൻ വരച്ച് കാണിച്ചൊന്നുമില്ല. അപ്പൊ രണ്ട് പോസിറ്റീവ് ചാർജ് Q1 എന്ന് പറയുന്നതും Q2 എന്ന് പറയുന്ന രണ്ട് പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്ത് പോസിറ്റീവ് ആയി കഴിയുമ്പോൾ അവരുടെ ഇടയിൽ എന്തായിരിക്കും സംഭവിക്കുക? റിപ്പൾഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഡയറക്ഷൻ ആണ് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റിൽ തന്നെ ഡയറക്ഷൻ ഒന്ന് വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. റിപ്പൾഷൻ ആയതുകൊണ്ട് ഒരാൾ ഇങ്ങോട്ടും പോകും, അതുപോലെ തന്നെ ഇങ്ങോട്ടും പോകും. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നോക്കിക്കേ, Q1 എന്ന് പറയുന്ന ഈ ചാർജിൽ Q2ന്റെ എഫക്ട് കൊണ്ട് ഒരു ഫോഴ്സ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ Q2 എന്ന് പറയുന്ന ഈ ചാർജിൽ Q1ന്റെ എഫക്റ്റിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെക്റ്റർ ഫോമിൽ യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോഴ്സ് ആക്ടിങ് ഓൺ. ഇത് മറന്നു പോരുത്. ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q2. അതെങ്ങനെ എഴുതിയേക്കുന്നത്? 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R21. R21 എന്ന് പറഞ്ഞാൽ 2-ൽ നിന്ന് 1-ലേക്കുള്ള ഡിസ്റ്റൻസ്. ഇതുപോലെ തന്നെ ഈ Q2 എന്ന് പറയുന്ന ഈ ചാർജില് Q1ന്റെ എഫക്റ്റിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നതാണ് ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q1.
ടൂവില് Q1ന്റെ എഫക്റ്റിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് F is equal to 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ Q1ൽ നിന്ന് Q2ലേക്കുള്ള ഡിസ്റ്റൻസ് R12 യൂണിറ്റ് വെക്ടർ R12. ഇനി നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാം R21 എന്ന് പറഞ്ഞാലും R12 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്, പക്ഷെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതാണ് നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പൊ R12ഉം R21ഉം ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ R21 പകരം R12 എന്ന് കൊടുക്കാം, അതുപോലെ ഈ R12ന് പകരം R21 എന്ന് കൊടുക്കാം. അതാണ് ജസ്റ്റ് മാറ്റി ഒന്ന് എഴുതിയേക്കുന്നത്. ഒന്നും എഴുതിയില്ലെങ്കിലും ഇത്രയും എന്തായാലും വേണം, എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഇതെങ്കിലും ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. F12 ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് F21. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇത് ഞാൻ എഴുതിപ്പിക്കും കേട്ടോ. കൂളംസ് ലോയും പഠിച്ചിട്ട് വരണം, വെക്ടർ ഫോമും പഠിച്ചിട്ട് വരണം. ഓക്കെ, സിമ്പിൾ അല്ലേ? ജസ്റ്റ് നോക്കിയാൽ തന്നെ കിട്ടും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെപ്രസെന്റേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. മനസ്സിലാക്കി എഴുതട്ടെ, ബോർഡിലേക്ക് നോക്കാതെ തന്നെ എഴുതിക്കോ. തെറ്റിപ്പോങ്ങി നമുക്ക് റെഡിയാക്കാം. മനസ്സിലായാടാ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും? കുഴപ്പമില്ലല്ലോ, നിനക്ക് കിട്ടിയാടാ? പ്രണവിന് കിട്ടുന്നല്ലോ. മനസ്സിലായാടാ? ഏതാണ് ഇതല്ലേ? This means that the two charges exert equal and opposite forces on each other. So they obey equal and opposite forces on each other. So they obey Newton's third law of motion. ഓക്കെ, ഇതിനെ നമ്മൾ പറയാ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്നാ പറയാ. ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചോദിക്കും കേട്ടോ. ബോർഡ് എക്സാമിന് ചോദിക്കും ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം. ഇതൊന്ന് ബോക്സ് ചെയ്ത് വെച്ചോ. F12 ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് F21. ഇക്വിലിബ്രിയം കണ്ടീഷൻ F12 ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് F21. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് രണ്ടും ഞാൻ പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത് അല്ലെ. ഇനി നെഗറ്റീവ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ തന്നെയായിരിക്കും വരുന്നത്? പോസിറ്റീവ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്തപ്പോ ഇവര് തമ്മിൽ എന്തായിരിക്കും? റിപ്പൾഷൻ ആയതുകൊണ്ട് രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും പോകുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ ഇപ്പൊ ഞാൻ രണ്ട് പോസിറ്റീവ് ചാർജിന് പകരം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ ഡയറക്ഷന്റെ ആരോസ് എങ്ങനെയായിരിക്കും വരുന്നത്? ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലെ? നേരത്തെ എന്താ സംഭവിച്ചത്? രണ്ടും പോസിറ്റീവ് ആയിരുന്നപ്പോഴത്തേക്കും രണ്ടും പോസിറ്റീവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റിപ്പൽ ചെയ്ത്, അപ്പൊ ഒരാൾ ഇങ്ങോട്ടും പോയി. ഓക്കെ, ഇനി ഡയറക്ഷൻ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. വെക്ടർ ഫോം ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഡയറക്ഷൻ വരച്ച് കാണിക്കാം. ഇനി ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഉള്ളിലോട്ടായിരിക്കും രണ്ടും വരുന്നത്. അപ്പോഴും ഓപ്പോസിറ്റ് അല്ലേ രണ്ടുപേരും പോകുന്നത് അല്ലെ? അപ്പോഴും ഇത് വാലിഡ് ആവത്തില്ലേ? ഏത് കേസ് എടുത്താലും അങ്ങനെ തന്നെ. ഇനി രണ്ടുപേരും സെയിം ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പോകണം, രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകണം. പക്ഷെ സെയിം ചാർജ് എടുത്താലും അതുപോലെ തന്നെ അൺലൈക്ക് ചാർജ് എടുത്താലും ഡയറക്ഷൻ എപ്പോഴും എങ്ങനെ തന്നെയായിരിക്കും വരുന്നത്? മനസ്സിലായില്ല? കിട്ടിയില്ലേ? കുഴപ്പമില്ല. ഓക്കെ, അപ്പോ നോക്കിക്കേ, അൺലൈക്ക് ചാർജ് എടുത്താലും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, അതുപോലെ തന്നെ സെയിം ചാർജ് എടുത്താലും ഇതിന്റെ ഡയറക്ഷൻ വരുന്നത് രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ഏത് ചാർജ് എടുത്ത് നമ്മൾ ഇത് ചെയ്താലും ഇതെന്തായിരിക്കും? വാലിഡ് ആയിരിക്കും. ന്യൂട്ടൺസ് തേർഡ് ലോ വാലിഡ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൂളംസ് ലോ. അത് ഇതിൽ മാർക്ക് ചെയ്താൽ മതി, നോട്ട് എഴുതി പോണമെന്നില്ല. മെറ്റീരിയലിൽ മാർക്ക് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൂളം ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നോക്കിക്കേ, ആപ്ലിക്കബിൾ ഓർ വാലിഡ് ഓൺലി ഫോർ പോയിന്റ് ചാർജസ് വിച്ച് ആർ അറ്റ് റെസ്റ്റ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, ഈ ചാപ്റ്ററിൽ ഫുൾ എങ്ങനെയാ നമ്മൾ പറഞ്ഞ ചാർജസ് ആർ അറ്റ് റെസ്റ്റ്. ചാർജ് എല്ലാം എങ്ങനെയായിരിക്കും? റെസ്റ്റ് ആയിരിക്കും. അപ്പൊ റെസ്റ്റ് ചാർജിന്റെ കേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കൂളംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മൂവിംഗ് ചാർജസിന്റെ കേസിൽ കൂളംസ് ലോ പറയാനേ പറ്റത്തില്ല. അപ്പൊ ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ല, ആപ്ലിക്കബിൾ ഓർ വാലിഡ് ഓൺലി ഫോർ പോയിന്റ് ചാർജസ് വിച്ച് ആർ അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള കേസിൽ മാത്രമേ കൂളംസ് ലോ പറ്റത്തുള്ളൂ.
ഇനി അടുത്തത് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ ലോ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജ് ആൻഡ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് ഡിസ്റ്റൻസ് കൂടുമ്പോ ഫോഴ്സ് എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് കൂടുവാണെങ്കിൽ ഫോഴ്സ് എന്താ സംഭവിക്കുക? കുറയും. അപ്പൊ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് പോയിന്റ് കിട്ടിയല്ല, ഇറ്റ് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. അടുത്തത് ഇറ്റ്സ് എ ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ആൻഡ് ഫോർത്ത് വൺ, കൂളംബ് ഫോഴ്സ് ഇസ് ഇനാക്റ്റീവ് വെൻ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജസ് ഈസ് ലെസ് ദാൻ 1 ഫെർമി. അതായത് ഇത് കണ്ട, ഇപ്പൊ Q1 ഉം Q2 ഉം തമ്മിലുള്ള ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്, അതിൽ മാത്രമേ കൂളംബ്സ് ലോ ആക്റ്റീവ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇപ്പൊ നോക്കിക്കേ, ഒരു ചാർജ് 1 ഫെർമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻15 മീറ്റർ. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ കൂളംസ് ലോ ആക്റ്റീവ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ Q1 ചാർജ് ഇവിടെ ആണെങ്കിൽ Q2 എന്ന് പറയുന്നത് ഏകദേശം ഇതിന്റെ അടുത്തായിട്ട് തന്നെ നിൽക്കണം. അതായത് ലെസ് ദാൻ 10⁻⁻15 മീറ്റർ അല്ലെങ്കിൽ 1 ഫെർമി. 1 ഫെർമി ഡിസ്റ്റൻസ് മാത്രമേ ഇതിന്റെ ഇടയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനേക്കാൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് ആക്റ്റീവ് ആവത്തില്ല. അപ്പൊ ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പൊ കൂളംബ് ഫോഴ്സ് ഈസ് ഇനാക്റ്റീവ് when the separation between the charge is less than 1 fermi. 1 ഫെർമിനേക്കാളും കുറവാണെങ്കിൽ, 1 ഫെർമിയിലേക്കാൾ കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതൊരിക്കലും ആക്റ്റീവ് ആവത്തില്ല. ഓക്കെ, ആ പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്തത് ഇറ്റ് ഇസ് എ സെൻട്രൽ ഫോഴ്സ് ടാക്ട് അലോങ് ദ ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ടു ബോഡീസ്. അതായത് രണ്ട് ചാർജസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ മാത്രമേ കൂളംസ് ലോ ആക്റ്റീവ് ആയിട്ട് കാണിക്കത്തുള്ളൂ. അപ്പൊ കൂളംസ് ലോ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കേണ്ട കാര്യം എന്താ? രണ്ട് ചാർജസിന്റെ ലൈൻ ജോയിൻ ചെയ്യുന്ന ആ സെന്ററിൽ മാത്രമേ കൂളംസ് ലോ ആക്റ്റീവ് ആവത്തുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യും. പിന്നെ പറഞ്ഞ എന്താ? പോയിന്റ് ചാർജസ് വിച്ച് ആർ അറ്റ് റെസ്റ്റ്. പിന്നെ 1 ഫെർമിനേക്കാളും കുറവാണെങ്കിൽ ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് കൂളംബ് ഫോഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ മീഡിയം വിത്തിൻ വിച്ച് ചാർജസ് ആർ പ്ലേസ്ഡ്. മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ് ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. നമ്മളിപ്പോ പറഞ്ഞത് ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുമെന്നാണ് പറഞ്ഞത്. കൂളംബ് ഫോഴ്സ് ഇസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് അതർ ചാർജ്ഡ് ബോഡീസ് നിയർ ഇറ്റ്. അതായത് Q1 ഉം Q2 അല്ലാതെ വേറെ ചാർജ്ഡ് ബോഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എഫക്ട് ചെയ്യത്തില്ല. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് കറക്റ്റ് ആയിട്ട് പഠിച്ചോളൂ കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ച് തന്നെ പഠിച്ചാൽ. അടുത്തത് ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. ഹെഡിങ് കൊടുത്തോ, ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം രണ്ട് ചാർജിന്റെ കേസ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, Q2, Q3, Q4, Q5, Q6. ഓക്കെ, കുറെ ചാർജസിന്റെ കേസാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഈ Q1 ആരുടെയൊക്കെ എഫക്റ്റ് കൊണ്ടുള്ള ഫോഴ്സ് ഉണ്ടാവും? ഇപ്പൊ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q2 ആൻഡ് ഓൾസോ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q3, ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q4 ആൻഡ് ഓൾസോ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q5, Q6, ഇനി Q7 ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാത്തിന്റെയും എഫക്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ Q1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ കുറെ ചാർജസ്, ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജ് എന്നാ പറയാം. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ കുറെ ചാർജസ് ഉണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ Q1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ Q1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ Q2 കാരണം ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, Q3 കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, Q4 കാരണം വരുന്നുണ്ട്, Q5 കാരണം വരുന്നുണ്ട്, Q6, ഇനി Q7 ഉണ്ടെങ്കിൽ Q7, Q8 അങ്ങനെ പോകും. അപ്പൊ നമുക്ക് ഓരോന്നും എഴുതാം. ഫസ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q2. ഒരാൾ പറഞ്ഞ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെ. ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q2 പറഞ്ഞേ. 1/4πε0. പറഞ്ഞു. Q1 Q2 by ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2 നിന്ന് 1 ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് R21 സ്ക്വയർ R21. ഇനി അടുത്ത ഫോഴ്സ് ഏതായിരിക്കും? ഫോഴ്സ് ആക്ടിങ് ഓൺ Q1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ?
ടോട്ടലി Q1 എഫക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കി ഇത്ര ശ്രദ്ധിച്ചാൽ മതി. Q1 എന്ന് പറയുന്ന ഒരു ബോഡി ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ അടുത്തടുത്തായിട്ട് ഞാൻ കുറെ ചാർജസ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ Q1 ഉള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പറയുമ്പോൾ ഈ Q1 Q2 എഫക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ Q3 കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, Q4 കാരണം ഉണ്ടാവും, Q6 കാരണം ഉണ്ടാവും. അപ്പൊ ടോട്ടലി ഫോഴ്സ് എഫക്ട് ചെയ്യുന്ന Q1 എഫക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതാ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q3 എന്ന് പറഞ്ഞേ. പറഞ്ഞോ ഐശ്വര്യ പറഞ്ഞേ. 1/4πε0 Q1 Q2 by R31 square R31 cap. Okay, അടുത്തത് ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q4. പറഞ്ഞോ ബിലാൽ പറഞ്ഞു. 1/4πε0 Q1 Q2 by R41 square R41 cap. അടുത്തത് ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q5. പറഞ്ഞോ അടുത്ത ആരെങ്കിലും പറഞ്ഞേ. 1/4πε0 Q1 Q2 by R ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് വരച്ചെടുത്തേ. അതെ ഇവിടെ Q1 Q2 അല്ലല്ലോ. നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ എഴുതി. ഓക്കെ, ഒരെണ്ണം കൂടെ പറഞ്ഞു തന്നാ. ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ എഫക്ട് ഓഫ് Q6. 1/4πε0 Q1 Q6 R61. എല്ലായിടത്തും Q1 Q2 എന്ന് എഴുതി പോവല്ലേ, കറക്റ്റ് ആയിട്ട് എഴുതി പോകും. ഓക്കെ, ഇനി ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കുക. ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1. ഇറ്റ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ്. എല്ലാം കൂടെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഞാൻ ക്യാപിറ്റൽ F എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുകയാണ്. ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1. ഇറ്റ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ്. സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? F12 പ്ലസ് F13 പ്ലസ് F14 പ്ലസ് F15 പ്ലസ് F16. Okay, total force acting on Q1. It is the vector sum of individual forces. ഇത് ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോ ഇത് നമ്മളിപ്പോ ചാർജിന്റെ കേസിൽ, ഇനി വേവ്സിന്റെ കേസിലൊക്കെ ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടാവും. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. 11th നമ്മൾ വേവ്സിൽ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ആ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1. It is the vector sum of individual forces. ആ പ്രിൻസിപ്പിൾ ആണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എഴുതുന്നത്. അപ്പൊ F എന്ന് പറയുന്ന F12 പ്ലസ് F13 പ്ലസ് F14 പ്ലസ് F15 പ്ലസ് F16. ഓക്കെ, ഇനി ജസ്റ്റ് എല്ലാം കൂടെ ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. 1/4πε0 Q1 Q2 by R21 square R21 plus 1/4πε0 Q1 Q3 by R31 square R31 cap plus ഇത് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് എഴുതാം. F16 വരെ എഴുതണേ. ഞാൻ എഴുതിക്കോ.
ഇതൊന്നും വലിയ ഡെറിവേഷൻ അല്ല ടൈ ചാപ്റ്ററിൽ, അത് ഡെറിവേഷൻ ആയിട്ട് എടുക്കണ്ട. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കുക, അങ്ങ് സ്വന്തമായിട്ട് എഴുതി പോകുക. ആകെ ഇവിടെ സൂപ്പർ പൊസിഷൻ മൾട്ടിപ്പിൾ ചാർജ് എന്ന് പറയുമ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ മാത്രം യൂസ് ചെയ്യുക. ഇനി ഞാനിവിടെ Q1 എടുക്കുന്നേ ഉള്ളൂ, വേറെ ഒരു ചാർജ് ആണ്. ഇപ്പൊ Q2 നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ Q2 എടുക്കുക, ഇഷ്ടമുള്ള ചാർജ് എടുക്കുക. ഒരു ചാർജിൽ ആ ഒരു ഫോഴ്സ് എഫക്ട് ചെയ്യുന്നത് മാത്രം കാണിച്ചിരിക്കും. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പുറത്തെടുക്കാം? 1/4πε0യും Q1ഉം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാമല്ലോ. അതെല്ലായിടത്തും ഉണ്ട്. 1/4πε0 Q1, 1/4πε0 Q1. അപ്പൊ നമുക്ക് Q1 ഡിവൈഡഡ് ബൈ 4πε0 ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ബാക്കി എന്തൊക്കെയാ വരുന്നത്? Q2 ഡിവൈഡഡ് ബൈ R21 സ്ക്വയർ R21 ക്യാപ് പ്ലസ് Q3 ഡിവൈഡഡ് ബൈ R31 സ്ക്വയർ R31 ക്യാപ് പ്ലസ് Q4 ഡിവൈഡഡ് ബൈ R41 സ്ക്വയർ R41 ക്യാപ്. അങ്ങനെ n വരെ എഴുതിക്കോട്ടോ. ഇപ്പൊ നമ്മൾ കുറച്ച് ചാർജ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി Q7 വരാം, Q8 വരാം, Q9 വരാം, എത്ര വരെ പോവാം? Qn ഡിവൈഡഡ് ബൈ Rn1 സ്ക്വയർ Rn1 ക്യാപ്. ഇനി ഇതിനെ ഒന്നുകൂടെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് F is equal to Q1 ഡിവൈഡഡ് ബൈ 4πε0 സമ്മേഷൻ എവിടെ തൊട്ടാ തുടങ്ങുന്നേ? സമ്മേഷൻ I is equal to 2 to n വരെ പോകും. I is equal to 2 to n. Qi ഡിവൈഡഡ് ബൈ Rni സ്ക്വയർ Rni ക്യാപ്. ഇത് വണ്ണം കൊടുക്കാൻ പറ്റും. ഇതെണ്ണം തന്നെ ആക്കിക്കോ. മനസ്സിലാക്കി എഴുതണേ. മനസ്സിലായാത്രേ? കിട്ടിയാത്രേ? മനസ്സിലായടാ? ഏതാണ്? അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ ഇത്രയും വലുതാക്കി എഴുതി പോകുന്നതിന് പകരം ഇതിന്റെ എല്ലാ സമ്മേഷൻ എന്നാൽ ഇത്രയും കോമൺ ആയിട്ട് എടുത്ത് Q1 ഡിവൈഡ് ബൈ 4πε0. ഇനി ഇതിനെല്ലാം എഴുതുന്നതിന് വരെ നമ്മൾ ഒന്ന് സമ്മേഷൻ ചെയ്ത് എഴുതുക. എവിടെ തൊട്ടാ തുടങ്ങുന്നത്? തുടങ്ങുന്ന സ്റ്റാർട്ടിങ് എവിടെ നിന്നാ? 2 തൊട്ട് അല്ലെ? Q2 തൊട്ടല്ലേ പിന്നെ തുടങ്ങുന്ന? Q2 തൊട്ട് പോയി എവിടെ വരെ പോകും? n വരെ പോകും. അതാണ് നമ്മൾ കൊടുത്തേക്കുന്ന I is equal to I എന്ന് പറഞ്ഞാൽ I ആണ്. I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തൊട്ട് n വരെ പോകും. ഡിവൈഡഡ് ബൈ പിന്നെ നമ്മൾ സെയിം ചെയ്തേക്കുന്ന പോലെ R എന്ന് പറഞ്ഞാൽ എന്താ? 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? ഇവിടെ കൊടുത്തേക്കുന്ന ഐയുടെ പ്ലേസിൽ കൊടുത്തേക്കുന്ന മാത്രം നോക്കിയാൽ മതി. I എന്ന് പറഞ്ഞാൽ 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നോക്കിക്കേ, 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 2 1 സ്ക്വയർ പിന്നെ കണ്ട 3 1 സ്ക്വയർ 4 1 സ്ക്വയർ അങ്ങനെ വരും. അപ്പൊ അത് ജസ്റ്റ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ എവിടെങ്കിലും? ഏതാണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലേ? ഇപ്പൊ കണ്ട ഒരു ചാർജ് എന്ന് പറയുന്നത് Q1 എഫക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ്. അത്രേ പറയുന്നുള്ളൂ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണെന്ന് മാത്രം എഴുതിയാൽ മതി. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല. ജസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാന്ന് മാത്രം കാണിച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായടാ? കിട്ടിയാ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഐശ്വര്യക്ക് കിട്ടിയാ?
ഓക്കെ, അടുത്തത് ഇലക്ട്രിക് ഫീൽഡ്. ഹെഡിങ് കൊടുത്തോ, ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? വേർഡിൽ നിന്ന് തന്നെ നമുക്ക് പറയാം എന്താ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു ചാർജ് ഉണ്ട്, പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. ഈ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു റീജിയൻ ഇല്ലേ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാഗ്നറ്റിന്റെ കേസ് എടുത്ത് നോക്കാം. ഇതിലേക്ക് ഒരു കണക്ഷനും ഇല്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ചെറിയ മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏകദേശം എത്ര സ്ഥലം വരെ അതിന്റെ എഫക്ട് കിട്ടും? ഇപ്പൊ ഞാനൊരു നീഡിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് അട്രാക്ട് ചെയ്യും അല്ലെ? ഒരു മാഗ്നറ്റ് എന്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ ഒരു നീഡിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒരു നീഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കൊക്കെ ഇതിന് അട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനൊരു റീജിയൻ ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ വരുന്ന ഒബ്ജക്ട്സ് മാത്രമേ അത് അട്രാക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. അതുപോലെ തന്നെ എന്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. ഈ ചാർജിന്റെ എഫക്ട് ഉണ്ടാവുന്ന ആ ഒരു റീജിയൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ഇനി ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിക്കേ. മെറ്റീരിയൽ ഉണ്ട് the region surrounding to a charged body within which another charge experience a force. അതായത് ഇവിടെ ഈ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയൻ, ഇത്ര ഓർത്താൽ മതി. ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിന്റെ എഫക്ട് ഉണ്ടാവുന്ന റീജിയൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. The region surrounding to a charged body within which another body experience a force. ഇവിടെ കൊണ്ടുവന്ന് ഞാനിപ്പോ ഈ ഒരു ഇതിന്റെ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയൻ ആണ് ഞാൻ ഈ വരച്ച് കാണിച്ചേക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വേറെ ഒരു ബോഡി വെച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത്. ഓക്കെ, ആ ഒരു റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന ഒരു ചാർജ്, വേറെ ഏതെങ്കിലും, ഇപ്പൊ ചാർജ് ഇവിടെ ഇരിക്കുന്നത്, പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുന്നത്, പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, എന്തെങ്കിലും ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നു. ഞാൻ കൊണ്ടുവന്ന് വേറെ ഒരു ബോഡി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും എഫക്ട് ഉണ്ടാവോ? ഇല്ല. കാരണം അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എവിടെ? ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ പറയുക? സ്പേസ്, ഇതിന്റെ ചുറ്റുമുള്ള സ്പേസ്, ആ ചാർജിന്റെ എഫക്ട് കിട്ടുന്ന ആ ഒരു റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. എഴുതിക്കോ. The region surrounding to a charged body, the region surrounding to a charged body within which, the region surrounding to a charged body within which another charge experiences a force. Within which another charge experiences a force. The region surrounding to a charged body within which another charge experiences a force. What is electric field എന്ന് 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കോട്ടെ. ബാക്കി സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് നമ്മൾ അടുത്ത ഇതിൽ പറയാം. ഇലക്ട്രിക് ഫീൽഡ് എന്താന്ന് നോക്കും. ഒന്നും ഇല്ലെങ്കിലും മനസ്സിലായല്ല, ആ ചാർജിന്റെ എഫക്ട് ഉണ്ടാവുന്ന ഒരു റീജിയൻ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അതിന് ചുറ്റുമുള്ള ആ ഒരു റീജിയനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് ഇവിടെ ഇതിൽ ടെസ്റ്റ് ചാർജ് എന്താന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി, നോട്ടിലൊന്നും എഴുതണ്ട, മെറ്റീരിയൽ മാർക്ക് ചെയ്ത് പോയാൽ മതി. വാട്ട് ഇസ് ടെസ്റ്റ് ചാർജ്? അപ്പൊ ദ ചാർജ് വിച്ച് പ്രൊഡ്യൂസസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞ കാണിച്ചില്ലേ, ഇവിടെ ഇപ്പൊ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ടെങ്കിൽ ഈ ചാർജ് ആയിരിക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന? ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ദ ചാർജ് വിച്ച് പ്രൊഡ്യൂസസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് സോഴ്സ് ചാർജ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സോഴ്സ് ചാർജ്. ആരാണോ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അയാളെ നമ്മൾ പറയുന്ന പേരാണ് സോഴ്സ് ചാർജ് എന്ന് പറയും. ഇനി ഞാൻ പറഞ്ഞു, വേറെ ഏതെങ്കിലും ഒരു ബോഡി ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിനൊരു ഫോഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ആ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് ടെസ്റ്റ് ചാർജ്. മനസ്സിലായ? ദ ചാർജ് വിച്ച് പ്രൊഡ്യൂസസ് ദ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്ന ഏതാണോ ആ ചാർജിനെ നമ്മൾ പറയുന്ന പേരാണ് സോഴ്സ് ചാർജ്. ഇനി ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവന്ന് ഞാൻ വേറെ ഒരു കുഞ്ഞു ചാർജ് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വെച്ചു കൊടുത്തു. അപ്പൊ ആ ചാർജിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ടെസ്റ്റ് ചാർജ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വരച്ചിട്ടാൽ കിട്ടും. ചാർജ് വിച്ച് പ്രൊഡ്യൂസസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് സോഴ്സ് ചാർജ്.
and charge which experiences these electric field produced by the source charge is called test charge. Okay, test charge നമ്മൾ Q നോട്ട് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ടെസ്റ്റ് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്പെരിമെന്റ്സിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചെറിയ പോസിറ്റീവ് ചാർജ്. അതാണ് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് ഇതിനുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ചാർജിനെ നമ്മൾ പറയുന്ന പേരാണ് ടെസ്റ്റ് ചാർജ്. മാർക്ക് ചെയ്ത് പോയിക്കുക, മെറ്റീരിയൽ തന്നെ മാർക്ക് ചെയ്താൽ മതി, എഴുതണ്ട. ഫസ്റ്റ് ലൈനിൽ തന്നെ the charge which produces the electric field is called source charge and the charge which experiences the effect of source charge. ആ source chargeന്റെ എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ചാർജിനെ നമ്മൾ പറയുന്ന പേരാണ് ടെസ്റ്റ് ചാർജ്. കിട്ടിയ the charge which produces the electric field is called source charge and the charge which experiences the effect of electric field is called test charge. മറന്നു പോരുത്, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി സോഴ്സ് ചാർജും ടെസ്റ്റ് ചാർജും എന്താണെന്നുള്ളത്. ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് നമ്മൾ കൂടുതലും എടുക്കുക. ടെസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ ആലോചിക്കുക, ഇനി ഞാൻ പറയുന്നത് ഇനിയുള്ള ഡെറിവേഷനിലെല്ലാം നമ്മൾ ടെസ്റ്റ് ചാർജ് എന്ന് പറയും. ടെസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഞാൻ മീൻ ചെയ്യുന്ന ഒരു ചെറിയ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ചാർജിനെ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ആ വേർഡ് കിട്ടാൻ വേണ്ടിയാ പറയുന്നത് ടെസ്റ്റ് ചാർജ്, സോഴ്സ് ചാർജ്. സോഴ്സ് ചാർജ് നമുക്ക് അങ്ങ് വേണ്ട, ടെസ്റ്റ് ചാർജ് ആയിരിക്കും വേണ്ടി വരും. ഇനി അടുത്ത ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഹെഡിങ് കൊടുത്തോ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്, ശ്രദ്ധിച്ച് ഇക്വേഷനിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. ഞാൻ പറഞ്ഞില്ലേ സോഴ്സ് ചാർജ് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ നമ്മൾ എഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്ന് വെക്കും. ആ ടെസ്റ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ടെസ്റ്റ് ചാർജ്. ആ ടെസ്റ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും. ഇലക്ട്രിക് ഫീൽഡ് എന്താന്ന് ചോദിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താന്ന് ചോദിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, E is equal to F/Q. Okay, electric field intensity is defined as, electric field intensity is defined as force experienced per unit positive test charge. Force experienced per unit positive test charge placed at that point without disturbing the source charge. Defined as force experience. Equation in തന്നെ പറഞ്ഞാൽ മതി, force experience per unit positive test charge placed at that point without disturbing the source charge. അത്രയും ഒന്നും പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഇത്രയും പറയാ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി is defined as force experienced per unit positive test charge. E is equal to F/Q. മറന്നു പോരുത്, ചെറിയ ചെറിയ ഇക്വേഷൻ ഒക്കെ പഠിച്ചു പോയേക്കണേ. ഇവിടെ നിന്ന് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, ഫോഴ്സ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ ഇവിടുന്ന് ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, F is equal to QE അല്ലെ, F is equal to QE. അപ്പൊ അതും എഴുതി വെച്ചോ, ഫോഴ്സ് is equal to Q naught into E. F is equal to QE. F is equal to QE. യൂണിറ്റ് എങ്ങനെയായിരിക്കും വരുന്നത്, ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ, ചാർജിന്റെ യൂണിറ്റ് കൂളോം. അപ്പൊ ന്യൂട്ടൺ പെർ കൂളോം, യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം. ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആ പോയിന്റ് കൂടെ എഴുതി വെച്ചു, ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. മറന്നു പോരുത് കേട്ടോ, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ആ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയും. കഴിഞ്ഞെങ്കിൽ അടുത്തത് എഴുതിക്കോ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ്. അതൊന്നും നോക്കണ്ടടാ, അത് നോക്കണ്ട, SI യൂണിറ്റ് മാത്രം നോക്കിയാൽ മതി, അത് വേണ്ട.
ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, E is equal to F divided by Q naught. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറഞ്ഞു പോവാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. പോയിന്റ് ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? E is equal to F divided by Q naught. അപ്പൊ നമുക്ക് ഇവിടെ F കണ്ടുപിടിക്കണം. എഫ് എന്താന്ന് കണ്ടുപിടിക്കണം. എഫ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഇപ്പൊ Q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് ചാർജ് ഞാൻ കൺസിഡർ ചെയ്യാണ് Q നോട്ട്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ യൂസിങ് കൂളംസ് ലോ എങ്ങനെ വരും? F is equal to അങ്ങനെ വരുമെന്ന് പറഞ്ഞേ, ഒരു ചാർജ് Q എന്ന് പറയുന്ന ചാർജ് ആണ്, അടുത്ത ചാർജ് Q നോട്ട് എന്ന് പറയുന്ന ഒരു ചാർജ് ആണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയിന്റ് ചാർജിന്റെ കേസ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടെസ്റ്റ് ചാർജ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂളംസ് ലോ എങ്ങനെ വരും എന്ന് പറഞ്ഞേ? F is equal to KQ Q നോട്ട് ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഓക്കെ, അപ്പൊ F കിട്ടി. ഇനി F കൊണ്ടോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്. അപ്പൊ E is equal to F ന്റെ വാല്യൂ എന്താ? KQ Q നോട്ട് ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഡിവൈഡഡ് ബൈ Q നോട്ട്. Q നോട്ടും പോയി. അപ്പൊ E is equal to എങ്ങനെ വന്ന്? KQ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് ക്വസ്റ്റ്യൻ ചോദിക്കും, പ്രോബ്ലം ചോദിക്കും, ഇത് 2 മാർക്കിന് ചോദിക്കും കേട്ടോ. അപ്പൊ E is equal to 1/4 pi epsilon 0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഞാൻ പറഞ്ഞ A4 ഷീറ്റ് ഞാൻ അടുത്ത ക്ലാസ്സിൽ നോക്കൂട്ടോ. ഈ പറഞ്ഞ ഫോർമുലാസ് എല്ലാം ഉണ്ടായിക്കോളും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു എഴുതി തുടങ്ങി. ഇതെല്ലാം ഞാൻ ചോദിക്കോട്ടെ, ഈ ഫോർമുല എല്ലാം അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. ഇപ്പൊ കാണുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, പെട്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടത്തില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്താണ്, അതുപോലെ കൂളംസ് ലോയുടെ വെക്ടർ ഫോം എന്താണ്, വെക്ടർ ഫോമിന്റെ കൺക്ലൂഷൻ എന്താണ്, ഇതൊക്കെ എല്ലാം വേണം കേട്ടോ. സിമ്പിൾ ആണ്, ഇപ്പൊ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നത്തില്ല. ഇന്റൻസിറ്റിയുടെ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ജസ്റ്റ് വേഗം നോക്കിക്കോ, ബോർഡിൽ നോക്കാതെ എഴുതാൻ നോക്കട്ടോ. കഴിഞ്ഞ ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് ഇതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തില്ല, അതുപോലെ തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. പോയിന്റ് ചാർജിന്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്തു, അടുത്തത് മൾട്ടിപ്പിൾ ചാർജ്. മൾട്ടിപ്പിൾ ചാർജ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന പ്രിൻസിപ്പിൾ ഏതായിരിക്കും? ഞാൻ പറഞ്ഞു തന്നതായിരുന്നു നേരത്തെ. ഏത് പ്രിൻസിപ്പിളാ വരുന്നത്? പ്രിൻസിപ്പിൾ ഏതാ വരുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒന്ന് പറഞ്ഞുതരാം, അത് ഞാൻ ചെയ്താൽ മതി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഇപ്പൊ പഠിച്ച ഇക്വേഷൻ E is equal to ഇലക്ട്രിക് ഫീൽഡ്, ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ചാർജ്. E is equal to F by Q naught. ഇതല്ലേ ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് നമുക്ക് അപ്പൊ ഇവിടെ ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പോയിന്റ് ചാർജിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച്. ഇപ്പൊ ഈ Q1 ഉം Q0 ഉം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനത്തെ ആയിരിക്കും? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F is equal to 1/4πε0 Q1 Q0 divided by R square. ഇത് കൊണ്ടുവന്ന് ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ E is equal to 1/4π K എന്ന് കൊടുക്കണേ. K Q1 Q0 divided by R square divided by Q0. അപ്പൊ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് K Q1 by R square എന്ന് നമുക്ക് കിട്ടി അല്ലെ? ഇത് നമ്മൾ പോയിന്റ് ചാർജിന്റെ കേസിൽ കണ്ട്. അപ്പൊ Q1 കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ ഇനി Q2 കൊണ്ടുണ്ടാവുന്നത് എങ്ങനെയായിരിക്കും? അപ്പൊ T1 എന്ന് ഞാൻ കൊടുത്തേ. ഇനി Q2 കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്? ഇതുപോലെ തന്നെ ഒന്ന് പറഞ്ഞേ. K Q2 divided by R2 square. അതെങ്ങനെ വന്നെന്ന് മനസ്സിലായില്ല. ഫസ്റ്റ് ഇത് തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വരും. ഇപ്പൊ ഇവിടത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? 1/4πε0 Q2 Q0. അതുകൂടെ ചെയ്ത് കാണിക്കണം. പ്രശ്നം ഉണ്ടോ? ഒന്നുകൂടെ കാണിച്ചേക്കാം. ഇത് നമുക്ക് കിട്ടി. ഇനി E2 കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യാ? E2 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാ ഇക്വേഷൻ, F divided by Q0. അപ്പൊ നമുക്ക് F കണ്ടുപിടിക്കണം. F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q2 ഉം ഇതും തമ്മിലുള്ള Q2 ഉം Q0 തമ്മിലുള്ള ഫോഴ്സ് യൂസിങ് കൂളംസ് ലോ K Q2 Q0 divided by R2 square. ഇനി ഇത് കൊണ്ടൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ E2 is equal to K Q2 Q0 divided by R2 square divided by Q0. Q0 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? K Q2 divided by R2 square. ഓക്കെ, മനസ്സിലായല്ല? ഇത് കിട്ടിയതുപോലെ തന്നെ നമുക്ക് ഇതും കിട്ടി. സിമിലർലി നമുക്കിനി E3 എന്ന് പറയുമ്പോ എങ്ങനെ വരും? അപ്പൊ E3 ഈക്വൽ ടു എങ്ങനെ വരും? പറഞ്ഞ E3 ഈക്വൽ ടു എങ്ങനെ വരും? K Q3 by R3 square. ഇനി അടുത്തത് E4 എങ്ങനെ വരും? K Q4 by R4 square. നിങ്ങൾ ഇതെല്ലാം എഴുതി കാണിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിച്ച പോലെ E1 ഉം E2 ഉം വരുന്നത് എങ്ങനെയാണെന്ന് മാത്രം കാണിച്ചിട്ട് സിമിലർലി we get E3, E4 and E5. E5 equal to K Q5 by R5 square. So total charges, അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജ് E is equal to E1 plus E2 plus E3 plus E4 plus E5. ഇത് ഏത് പ്രിൻസിപ്പിളാ വന്നതെന്ന് മനസ്സിലായല്ല? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇസ് ദ വെക്റ്റർ സം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. സോ എങ്ങനെ എഴുതാം? നമുക്ക് എന്ത് കിട്ടി? K Q1 divided by R1 square plus K Q2 divided by R2 square plus K Q3 divided by R3 square plus K Q4 divided by R4 square up to K Qn divided by Rn square. Okay, മനസ്സിലായല്ല? എഴുതിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ 1/4πε0 പുറത്തെടുക്കാം. E is equal to 1/4πε0 Q1 divided by R1 square. വെക്ടർ നൊട്ടേഷനിൽ വേണമെങ്കിൽ ഒരു യൂണിറ്റ് വെക്ടർ കൂടെ കൊടുത്തേക്കണേ. R1 cap plus Q2 divided by R2 square R2 cap. ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, ഞാൻ എഴുതുന്നേ ജസ്റ്റ് ഒന്ന് ഓർത്തേക്കാം. up to Qn divided by Rn square Rn cap. This is the electric field intensity due to multiple charge.
കഴിഞ്ഞ മനസ്സിലാക്കിയാണോ എഴുതിയത്? വെറുതെ നോക്കി നോക്കി എഴുതി വെക്കരുത്, മനസ്സിലാക്കി എഴുതണേ. മനസ്സിലായടാ? അതൊക്കെ കിട്ടിയാ? കഴിഞ്ഞ ഒരു ടോപ്പിക് കൂടെ എടുക്കട്ടെ? കുഴപ്പമില്ല, പെട്ടെന്ന് തീർക്കാം. എടുക്കട്ടെ. അടുത്ത ഹെഡിങ് കൊടുത്തോ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം, ഇതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഫീൽഡ് ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ നമുക്കത് റെപ്രസെന്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അത്രേ ഉള്ളൂ. ഒരു ചാർജ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഈ ചാർജ്, അതായത് ഇപ്പൊ ഈ സോഴ്സ് ചാർജ് ആണെങ്കിൽ ഈ സോഴ്സ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഈ റീജിയനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ വരച്ചൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അതിനെ വരച്ച് കാണിക്കുന്ന ഇമാജിനറി ലൈൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് എഴുതി വെച്ചോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, it is the imaginary lines, it is the imaginary lines to represent electric field. Imaginary lines to represent electric field. Imaginary lines to represent electric field. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. Imaginary lines to represent electric field. ഇനി ശ്രദ്ധിക്കണം, നമുക്ക് ആദ്യം വരക്കാനുള്ള നോക്കിയിട്ട് പ്രോപ്പർട്ടീസ് പറഞ്ഞു പോവാം. അപ്പൊ പോസിറ്റീവ് ചാർജിൽ നിന്ന് എപ്പോഴും ഫീൽഡ് ലൈൻസ് പുറത്തേക്കായിരിക്കും പോവുക. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസ് പുറത്തേക്കായിരിക്കും പോവുക. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്കായിരിക്കും നമ്മൾ വരക്കുക. പോസിറ്റീവ് ചാർജ് പുറത്തേക്ക്, നെഗറ്റീവ് ചാർജ് ഉള്ളിലേക്ക്. ഇത് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരക്കാൻ ഓക്കെയോ. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസ് എപ്പോഴും പുറത്തേക്ക് പോകും, നെഗറ്റീവ് ചാർജിലേക്ക് ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്ക് വരും. കിട്ടിയാ? കാണാൻ മനസ്സിലായ? ജസ്റ്റ് ഈ റെപ്രസെന്റേഷൻ ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോക്കിക്കേ, ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്. ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും? പോസിറ്റീവ് ചാർജിൽ നിന്ന് എങ്ങോട്ട് പോകും എന്നാ പറഞ്ഞ? പുറത്തേക്ക് പോകും. നെഗറ്റീവ് ചാർജിൽ നിന്ന് ഉള്ളിലേക്ക് വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റത്തില്ലേ? നോക്കിയേ, പോസിറ്റീവിൽ നോക്കുമ്പോഴത്തേക്കും ലൈൻസ് പുറത്തേക്കാണ് പോകുന്നത്, നെഗറ്റീവിലേക്ക് നോക്കുമ്പോഴത്തേക്കും ലൈൻസ് ഉള്ളിലേക്ക് വരും. ഓക്കെ, ഇങ്ങനെ വരക്കാം. പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, നെഗറ്റീവിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്നു.
ഇനി പോസിറ്റീവും ആണ് വരുന്നെങ്കിൽ നിങ്ങളൊന്ന് വരച്ച് കാണിച്ചാൽ എങ്ങനെ വരും? ഈ കൺസെപ്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. പോസിറ്റീവിൽ നിന്ന് ലൈൻസ് പുറത്തേക്ക് പോകുന്നു, നെഗറ്റീവ് ആണെങ്കിൽ ഉള്ളിലേക്ക് വരുന്നു. ഞാൻ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ളത് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് 2 മാർക്കിന് ചോദിക്കോട്ടെ. നിങ്ങളുടെ പീരിയോഡിക് ടെസ്റ്റിനൊക്കെ ചോദിക്കും ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പോസിറ്റീവും വരുന്ന കേസ് ഒന്ന് വരച്ച് കാണിച്ചേ. പോസിറ്റീവും വരുന്ന കേസ് ഞാൻ വരച്ചു. പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് വരച്ചു നോക്കണം കേട്ടോ. ഇതെത്തുമ്പോ നോക്കിക്കേ, ഇത് ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഫീല് വരത്തില്ലേ? പക്ഷെ ഉള്ളിലേക്ക് ഒരിക്കലും പോകത്തില്ലല്ലോ. പോസിറ്റീവ് ആകുമ്പോൾ പുറത്തേക്കല്ലേ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ചരിച്ചു വരച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ നിന്നായാലും ഇവര് തമ്മിൽ റിപ്പൽഷൻ ആയിരിക്കും. ഒരിക്കലും ഇവര് തമ്മിൽ അടുത്തേക്ക് വരത്തില്ലല്ലോ. അപ്പൊ ആ റെപ്രസെന്റേഷൻ കറക്റ്റ് ആയിട്ട് കാണിക്കാം. അടുത്തടുത്ത് വരുന്ന കേസ് വരണം കേട്ടോ. അടുത്തടുത്ത് വരുമ്പോൾ നോക്കിക്കേ, ഇപ്പൊ ഇത് രണ്ടും അടുത്തടുത്തായിരിക്കണം. അല്ല, വരത്തില്ല. പോസിറ്റീവിന്ന് ചാർജ് പോസിറ്റീവ് ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്ക് കയറത്തില്ലല്ലോ. അപ്പൊ നോക്കിക്കേ, ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് വരച്ചു കൊടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു. പക്ഷെ ഇവിടെ നിന്നും ഇതുപോലെ തന്നെ പുറത്തേക്ക് പോകും. ഇനി ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഡൗട്ട് വരും ഉള്ളിലേക്ക് കയറും. അപ്പൊ എന്ത് ചെയ്യാൻ റിപ്പൽ ചെയ്തേ പോകത്തുള്ളൂ. പുറത്തേക്ക് പോകും. പക്ഷെ നമ്മൾ വരക്കുമ്പോൾ അത് ചരിച്ചു വരക്കുക. കണ്ടത് ഇവിടെ നിന്ന് നേരെ പുറത്തേക്കായിരിക്കും പോകും. ഒരു റിപ്പൽഷൻ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. ഒരിക്കലും നേരെ വരത്തില്ല. പോസിറ്റീവും വരുമ്പോ അടുത്തടുത്തുള്ള പോസിറ്റീവാ ഞാൻ മനസ്സിലായി. വായിച്ചു വരച്ചേക്കണേ. ഇപ്പൊ പോസിറ്റീവും എടാ ഇനിയും കൂടെ നോക്കിക്കോ, ഇങ്ങോട്ട് നോക്ക്. പോസിറ്റീവും അടുത്ത് വരുമ്പോ കണ്ട പോസിറ്റീവ് അടുത്തടുത്തുള്ള ഇതിപ്പോ നമ്മൾ വരച്ചേക്കണം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസാ വരച്ചേക്കണം. കുറച്ച് അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും എങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇതിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇനി ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരിക്കലും ഇങ്ങോട്ട് വരക്കാൻ നമുക്ക് പറ്റത്തില്ല അല്ലെ. ഇത് തമ്മിൽ എന്താ വരത്തില്ല. പോസിറ്റീവിന് എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഞാൻ വരച്ചേക്കണം പുറത്തേക്ക് മാത്രമേ പോകത്തുള്ളൂ. ഇതിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് വരക്കാൻ പറ്റില്ല. ഇവിടെയും പോസിറ്റീവ് ആയിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് വരക്കാൻ പറ്റത്തില്ല ഇവിടെ. അപ്പൊ എന്ത് ചെയ്ത് ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കുക. റിപ്പൾഷൻ കാണിക്കുക. കണ്ട ഒരു റിപ്പൾഷൻ വന്നേക്കണ്ട. അത് ഇവിടെ നിന്ന് നോക്കിക്കേ, കണ്ട രണ്ടും ഡീവിയേറ്റ് ചെയ്ത് പോയി. പോസിറ്റീവും വന്നപ്പോ രണ്ടും ഡീവിയേറ്റ് ചെയ്ത് പോയി. നെഗറ്റീവും വരുമ്പോൾ ഇതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറും. അതൊന്ന് വരച്ച് കാണിക്കണേ. നെഗറ്റീവ് ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തേക്കണേ. എങ്ങനെ വരുമെന്ന്. ഓക്കെ, ഇനി ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് കൂടെ നോക്കാം. അപ്പൊ ആ ടോപ്പിക്ക് കഴിഞ്ഞു. ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് മാർക്ക് ചെയ്താൽ മതി. അത് പഠിച്ചോളണം കേട്ടോ. എല്ലാ എക്സാമിനും പ്രോപ്പർട്ടീസ് ചോദിക്കും. എല്ലാം എഴുതിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5-6 എണ്ണം ഞാൻ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിച്ചോളണം. പ്രോപ്പർട്ടീസ് ചോദിക്കും. പീരിയോഡിക് ടെസ്റ്റിനായാലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും മെയിൻ ആയിട്ട് ചോദിക്കുക. 2 മാർക്കിനൊക്കെ ചോദിക്കും. പ്രോപ്പർട്ടീസ് മാർക്ക് ചെയ്ത് പോയിക്കോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് പ്രോപ്പർട്ടി ആ മെറ്റീരിയലിൽ തന്നെ മാർക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് പ്രോപ്പർട്ടി, they start from positive charge and end at negative charge. നോക്കിക്കേ, നമ്മൾ വരച്ച ലൈൻസ് തന്നെ നോക്കിക്കോ. they start from positive charge. പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്തു അല്ലെ. അപ്പൊ they start from positive charge and end at negative charge. പിന്നെ സെക്കൻഡ് പ്രോപ്പർട്ടി,
they emerge normally from the surface of positive charge. പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്, നെഗറ്റീവ് ചാർജിൽ നിന്ന് ഉള്ളിലേക്കാണ് കയറുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, they start from positive charge and end at negative charge. പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്തു, നെഗറ്റീവിൽ എൻഡ് ചെയ്തു. സെക്കൻഡ് പ്രോപ്പർട്ടി, they emerge normally from the surface of positive charge. പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ആൻഡ് ഓൾസോ തേർഡ് പ്രോപ്പർട്ടി, they terminate normally at the surface of the negative charge. നെഗറ്റീവ് ചാർജിന്റെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പൊ 1, 2, 3 ആ 3 പ്രോപ്പർട്ടി നോക്കുക. ആൻഡ് പിന്നെ ഫിഫ്ത് പ്രോപ്പർട്ടി എന്ന് നോക്കിയാൽ ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഷോ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ ഫീൽഡ് ലൈൻസിൽ നിന്ന് നമ്മൾ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കിട്ടും. ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ 4 പ്രോപ്പർട്ടി ആയി. ജസ്റ്റ് വേണം എഴുതി പോണം, അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് പോയാൽ പഠിച്ചോളൂ കറക്റ്റ് ആയിട്ട്. അടുത്ത ക്ലാസ്സിൽ ചോദിച്ചോളാം. ഓക്കെ, ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഞാൻ പറയുന്നത് മാത്രം മെയിൻ ആയിട്ട് നോക്കി പോയാൽ മതി. ഇനി അടുത്ത പ്രോപ്പർട്ടി 7th വൺ നോക്കിക്കോട്ടാ. 2 ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 2 ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇപ്പൊ 2 ഫീൽഡ് ലൈൻസ് ഒരിക്കലും അത് എന്ത് ചെയ്യാറില്ല, ഇന്റർസെക്ട് ചെയ്യാറില്ല. ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് കണ്ട, ഇന്റർസെക്ട് ചെയ്യാറില്ല. ഇൻ കേസ് 2 ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്തു എന്നിരിക്കട്ടെ, റീസൺ ആണ് ഞാൻ പറയുന്നത്, റീസൺ ആണ് നമുക്ക് എക്സാമിന് വേണ്ടത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യാറില്ല എന്നാ പറയുന്നത്. ഇനി ഇൻ കേസ് ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങോട്ടും ഇതിനൊരു ഡയറക്ഷൻ ഉണ്ടാവുന്നു, ഇങ്ങോട്ടും ഇതിനൊരു ഡയറക്ഷൻ ഉണ്ടാവുന്നു. ഒരു ഫീൽഡിന് 2 ഡയറക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? അത് അല്ല. ഒരിക്കലും ഒരു ഫീൽഡിന് ഒരു ഡയറക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഡയറക്ഷൻ വരും, അത് പോസിബിൾ അല്ല. അപ്പൊ അതിന്റെ റീസൺ ഉൾപ്പെടെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. 2 electric field lines never intersect each other because if they intersect, then the 2 tangents drawn at the point will represent 2 direction of the field. That is not possible. 2 directions ഒരിക്കലും പോസിബിൾ അല്ല. അതൊന്ന് മാർക്ക് ചെയ്തേക്കണം. ആ പ്രോപ്പർട്ടി കംപ്ലീറ്റ് പഠിക്കണേ. 7th one, 2 field lines never intersect. Why? അതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ അടുത്തത് 8th one, they are continuous smooth curve without any break ഒന്നും വന്നിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്മൂത്ത് കർവ് ആയിട്ടാണ് പോയിരിക്കുന്നത്. they do not form closed loop. അതൊന്ന് ശ്രദ്ധിച്ചേ, they do not form closed loop. closed loop എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? closed loop എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നതാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ക്ലോസ്ഡ് ലൂപ്പ് ആയി എന്ന് പറയാം. പക്ഷെ ഇതിന്റെ ആരോ മാർക്കിങ്സ് നോക്കിക്കേ, ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെയാ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇതൊരു ക്ലോസ്ഡ് സർക്കിൾ അല്ലേ? ഇപ്പൊ ഞാൻ ഈ വരച്ചേക്കുന്ന ഒരു ക്ലോസ്ഡ് സർക്കിൾ അല്ലേ? കണ്ട, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ തിരിച്ച് ഇവിടെ എത്തി. ആരോ മാർക്കിങ്സ് കണ്ട, വന്നിരിക്കുന്ന വഴി നോക്കിക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് പോസിബിൾ ആണ്, ഇവിടെ അങ്ങനെയല്ല വന്നേക്കുന്നത്. കണ്ട, ആരോ മാർക്കിങ് നേരെ തിരിച്ചല്ലേ വന്നേക്കുന്നത്. അപ്പൊ എന്താ? they do not form closed loop. ഈ പ്രോപ്പർട്ടി നോക്കണേ. അടുത്തത്, the region where the lines of force are crowded, its intensity is more. അതായത് കൂടുതൽ ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ഇന്റൻസിറ്റി നല്ല കൂടുതലാണ്. എന്ത് ഇന്റൻസിറ്റി? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടുതലാണെന്ന് പറയാം. അപ്പൊ ക്രൗഡഡ് ലൈൻസ് റെപ്രസെന്റ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി അതുപോലെ തന്നെ നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതും വേണം. 11, പ്രോപ്പർട്ടി നമ്പർ 11. പിന്നെ they do not pass through a conductor. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യത്തില്ല. അതായത് ഇപ്പൊ കാണിച്ചു തരാം, ഇത് ഒരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക, ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ കൂടെ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യത്തില്ല. ഇതൊക്കെ ചോദിക്കോട്ടെ എക്സാമിന്. പ്രോപ്പർട്ടീസിൽ നിന്ന് ഓരോ പ്രോപ്പർട്ടീസിൽ നിന്നും അസെഷൻ റീസൺ ഒക്കെ ചോദിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡസ് നോട്ട് പാസ് ത്രൂ ദ കണ്ടക്ടർ. അപ്പൊ കണ്ടക്ടറിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യത്തില്ല, പക്ഷെ പുറത്തൂടെ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റും. പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക്, നെഗറ്റീവിന്റെ ഉള്ളിലേക്ക് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കാണിക്കാൻ പറ്റും. ഉള്ളിൽ കൂടെ പാസ് ചെയ്യത്തില്ല, പക്ഷെ പുറത്തൂടെ പാസ് ചെയ്യും. ഇനി അടുത്തത്, ഫീൽഡ് ലൈൻസ് കനോട്ട് പാസ് ത്രൂ മെറ്റലിക് സ്ലാബ്. അതും അതുപോലെ തന്നെ. ഇനി ദ റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ദ ഫീൽഡ് ലൈൻ ഗീവ്സ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞതാ, 14ാമത്തെ പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു, ഫീൽഡ് ക്ലോസ് ടു ഈച്ച് അതർ. കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള ലൈൻസ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അവിടെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇനി സ്പേസ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആണെങ്കിൽ, ഇപ്പൊ കുറെ ലൈൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നല്ല ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറയാം. പക്ഷെ ലൈൻസ് ഒക്കെ കുറവാണ്. എവിടെയാണ് ഓരോ ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറവാണെന്ന് പറയാം. അപ്പൊ ക്രൗഡഡ് ലൈൻസ് റെപ്രസെന്റ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് സ്പേസ് ലൈൻസ് റെപ്രസെന്റ് വീക്ക് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ
അടുത്ത പേജില് രണ്ട് പ്രോപ്പർട്ടി. ഇൻ ദ കേസ് ഓഫ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ലൈൻസ് എന്ന് പറയുന്നത് പാരലലും ആയിരിക്കും ഇക്വിഡിസ്റ്റന്റും ആയിരിക്കും. പക്ഷെ നോൺ യൂണിഫോം ആണെങ്കിൽ പാരലൽ ആയിരിക്കും ബട്ട് നോട്ട് ഇക്വിഡിസ്റ്റന്റ്. അതും കൂടെ നോക്കിക്കോളെ. പാരലൽ ആണെങ്കിൽ ഇപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും, അതായത് പാരലൽ ആയിരിക്കും, കറക്റ്റ് പാരലൽ ആയിരിക്കും. അതുപോലെ ഓരോ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും വരിക. ഫീൽഡ് ലൈൻസ് വരക്കുന്ന കേസാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള ഡെറിവേഷനിലെല്ലാം വേണം. ഗോസ് തിയറം പഠിക്കുമ്പോഴും അതുപോലെ തന്നെ ഡൈപോൾ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം വേണ്ടതാണ്, ശ്രദ്ധിക്കാം. യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ലൈൻസ് വരക്കുന്നത് ഞാൻ ചോദിക്കോട്ടെ അതൊക്കെ പഠിക്കുമ്പോൾ. യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ലൈൻസ് എങ്ങനെ വരക്കണം, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരക്കാം. പാരലൽ ആണ് പക്ഷെ ഡിസ്റ്റൻസ് കണ്ട ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ നോൺ യൂണിഫോം ആണെങ്കിൽ ലൈൻസ് പാരലൽ തന്നെയായിരിക്കും, പക്ഷെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കത്തില്ല. അത്ര ഓർത്താൽ മതി. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച് കാണിക്കുക, പാരലൽ ആൻഡ് ദേ ആർ ഇക്വിഡിസ്റ്റന്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ നോട്ട് പാരലൽ ആർ നോട്ട് ഇക്വിഡിസ്റ്റന്റ് ഈച്ച് അതർ. കറക്റ്റ് പാരലൽ ആവണമെന്നില്ല, അതുപോലെ തന്നെ പാരലൽ ആവാം പക്ഷെ ഇക്വിഡിസ്റ്റന്റ് ആവണമെന്നൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് വരത്തില്ല. അത്ര ഓർത്താൽ മതി. പിന്നെ ഫിക്സ്ഡ് പോയിന്റ് ചാർജ് നിയർ ആൻ ഇൻഫിനിറ്റ് മെറ്റൽ പ്ലേറ്റ്, അതും കൂടെ വരക്കുന്ന ഒന്ന് നോക്കിക്കോളാം. ഒരു ഇൻഫിനിറ്റ് മെറ്റൽ പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റിന്റെ കേസിൽ നമുക്ക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരക്കാം.